എൻ്റെ പുതിയ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്. അപ്പോൾ കുറേ ആൾക്കാരെ കണ്ടിട്ടൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു. വലിയ സന്തോഷം. അതിലിപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ശാസ്ത്രീയ സംഗീതം, അതായത് കർണാട്ടിക് മ്യൂസിക്കിൽ ദേവദേവ കലയാമിതേ പറഞ്ഞിട്ടൊരു കീർത്തനം, അതായത് സ്വാതി തിരുനാൾ മഹാരാജാവിൻ്റെ കൃതിയിലുള്ള കീർത്തനം പാടുകയുണ്ടായി. അപ്പോൾ അത് വളരെയധികം നല്ല അഭിപ്രായങ്ങൾ എല്ലാവരും പറഞ്ഞു. അപ്പോൾ അതിൽ വലിയ സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് ചില ആൾക്കാർ, അസൂയുള്ള ആൾക്കാരുണ്ടല്ലോ, അത് എപ്പോഴും അറിയാമല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ അസൂയുള്ള ആൾക്കാരാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു നിർത്തി, അത് മാത്രം ഞാനല്ല അത്ര പാടിയത്. ഈ അസൂയുള്ളവരോട് ഞാൻ പറയുന്നത്, ഏത് വേണമെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ പെർഫോമൻസ് ഏത് വേണമെങ്കിലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പൈസ തരികയാണെങ്കിൽ പെർഫോമൻസ് ചെയ്തു തരാം. ദേവദേവ കലയാമിതേ പറഞ്ഞുള്ള കീർത്തനം പാടിയത് ഞാൻ തന്നെയാണ്. അതുമാതിരി ഞാൻ പാട്ട് പഠിച്ചുകൊണ്ടാണ് എനിക്കിതൊക്കെ പാടാൻ സാധിക്കുന്നത്. അതായത് പാട്ട് പഠിച്ചവർക്ക് മാത്രമേ ഇങ്ങനെ കീർത്തനമൊക്കെ വൃത്തിയായിട്ട് നന്നായിട്ട് പാടാൻ സാധിക്കുള്ളൂ. എനിക്ക് സാധിക്കുന്നത്, ഞാൻ താരേക്കാട് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് പാട്ട് പഠിച്ചാണ്. താരേക്കാട് പറഞ്ഞ സ്ഥലത്തിൻ്റെ കാര്യം പറയുമ്പോൾ വേറൊരു കാര്യം നിങ്ങളെല്ലാവരും പ്രേക്ഷകർ കേൾക്കുക. അതായത് താരേക്കാട് ഞാൻ മോഹൻ ഗേൾസ് സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു സ്ഥാപനത്തിലാണ് പോയി പഠിച്ചത്. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു പെണ്ണിൻ്റെ മകനും അവിടെ ആ സ്ഥാപനത്തിലല്ല, ആ താരേക്കാട് എന്ന സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് വയലിനാണ് തോന്നുന്നു പഠിച്ചത്, വയലിനാണോ അങ്ങോട്ടോ ആണെന്ന് തോന്നുന്നു പഠിച്ചത്. ഞാൻ പഠിച്ചത് വോക്കലാണ്, അതായത് കർണാട്ടിക് മ്യൂസിക്കാണ് ഞാൻ പഠിച്ചത്, ശാസ്ത്രീയ സംഗീതമാണ് ഞാൻ പഠിച്ചത്. ഈ താരേക്കാട് പറഞ്ഞ സ്ഥലത്ത് വളരെയധികം സംഗീത സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് പഠിച്ചു പറഞ്ഞ് വേറൊരാൾ വേറെ സ്ഥലത്ത് പഠിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ അല്ലാണ്ട് അയാൾ പഠിച്ചു, അയാളാത്ര അവിടെ പഠിച്ചത് എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ സംഗീത സ്ഥാപനങ്ങൾ കുറേ അധികം ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പയ്യൻ പഠിച്ചത് ചിലപ്പോൾ അവിടെ ഗ്രാമത്തിലടക്കം വീട്ടിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഗ്രാമത്തിലൊരു വീട്ടിലൊരു ലേഡി ടീച്ചറൊക്കെ ഉള്ളതാണ് ഈ പറഞ്ഞ പയ്യൻ പഠിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ പഠിച്ചത് ജെൻസ് മാഷന്മാർ, 2-3 മാഷന്മാരുള്ള ഒരു സ്ഥാപനത്തിലാണ് ഞാൻ പോയി പഠിച്ചത്. അപ്പോൾ താരേക്കാട് പറഞ്ഞ സ്ഥലം, പാലക്കാട് താരേക്കാട് പറഞ്ഞ സ്ഥലത്ത് ഇഷ്ടംപോലെ സംഗീത സ്ഥാപനങ്ങളുണ്ട്. ഒരാൾ ഒരു സ്ഥലത്ത് പഠിക്കും, വേറെ ആൾ വേറെ സ്ഥലത്ത് പഠിക്കും. അതിനെന്താണ് ഇപ്പോൾ അതൊരു കാര്യമല്ല, ദാറ്റ്സ് മാറ്റർ. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ പറഞ്ഞു പരത്തുന്നത്, സത്യം പറഞ്ഞു ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, അസൂയക്കാരാണ് ഈ പറഞ്ഞു വരുത്തുന്നത്. പലതരത്തിലുള്ള അസൂയക്കാരുണ്ട്. ഈ അസൂയക്കാരുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊക്കെ പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ എല്ലാ പണിയും ചെയ്യുന്ന ആളാണ്. അതായത് എൻ്റെ വീട്ടിൽ ഞാൻ വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്യും, എൻ്റെ വീട്ടിൽ ചെടി വയ്ക്കും, എൻ്റെ വീട്ടിൽ വാഴ വയ്ക്കും, അതുമാതിരി വെള്ളം നനയ്ക്കും, അതുമാതിരി എന്ത് വേണമെങ്കിലും. ഇപ്പം ഞാൻ ചെറിയ പ്ലംബിങ് വർക്കൊക്കെ എൻ്റെ വീട്ടിൽ ഞാൻ തന്നെയാണ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഒരു ചെക്കനുണ്ട്, അവനെന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ നന്നായിട്ട് മതിലൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവൻ ചളിയുള്ള കാലും കൊണ്ട് വന്നിട്ട് അതിൽ തന്നെ ചവിട്ടും. എങ്ങനെയുണ്ട്? നമ്മൾ നന്നായിട്ട് പെയിന്റ് കഷ്ടപ്പെട്ടിട്ട് ചെയ്യുക. ഇവൻ പോയിട്ട് എന്ത് ചെയ്യും, ചളിയായ കാലിൽ വെച്ചിട്ട് ആ പെയിന്റിൽ ചവിട്ടും. അപ്പം ഞാൻ ഒരു ദിവസം അവനിങ്ങനെ ചവിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ചവിട്ടണമെന്ന് എൻ്റെ അമ്മയുടെ നെഞ്ചത്ത് പോയി ചവിട്ടറാ പറഞ്ഞു. അതിൽ പിന്നെ അവൻ ചവിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ പറയേണ്ടത് നമ്മളെ പറയുന്ന സമയത്ത് പറയണം. അപ്പോൾ അതായത് വലിയ അസൂയുള്ള ഒരുത്തനാണത്. പലതരത്തിലുള്ള അസൂയുള്ള ആൾക്കാരുണ്ടെന്നേ. ചില ആൾക്കാർ, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എൻ്റെ മകനും കൂടിയിട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ അടുത്ത വീട്ടിൽ മരം വെട്ടണമെന്ന് വിചാരിച്ചു. നമ്മൾ അടുത്ത് ചോദിക്കാണ്ട് നമ്മുടെ വീട്ടിലെന്തായാലും മരം വെട്ടില്ല. അപ്പം ഞങ്ങൾ ക്രിക്കറ്റ് സാധാരണ കളിക്കണ മാതിരി കളിച്ചു കേട്ടോ. നോക്കുമ്പോൾ എന്താ അറിയോ, കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ മരം നമ്മളോട് ചോദിക്കാതെ വെട്ടിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? അപ്പം ഇങ്ങനെയുള്ള അസൂയാലുക്കൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് ഇപ്പം എൻ്റെയൊക്കെ ചുറ്റുവട്ടം. അയാൾ എങ്ങനെയുള്ള ആളെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ പറയാതിരിക്കാൻ പറ്റില്ല. ഇത്രയും സംസ്കാരമില്ലാത്ത ആൾക്കാരെ ഞാൻ കണ്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയുടെ വീട്ടിൽ മരം മുറിക്കണമെങ്കിൽ അത് പറയാണ്ട് അതിനെ വെട്ടിമുറിച്ച് വെച്ചിരിക്കുക. ഞങ്ങൾക്ക് സംസ്കാരമുള്ളത് കൊണ്ട് എന്താ, ഞങ്ങൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ആ ടൈപ്പ് സാധനം, എന്ത് ടൈപ്പ് സാധനം വെച്ചാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്ന സാധനമാണ്. പക്ഷേ 2 പെൺമക്കൾ ഉണ്ടെങ്കിൽ ആ 2 പെൺമക്കൾ ഒരു പെൺമകളെ അല്ലെ ഭാര്യയുടെ ചേച്ചിയുടെ മകൾക്ക് മറ്റേ വളർത്താൻ കൊടുക്കും. ഇങ്ങനെ ആരെങ്കിലും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. അപ്പോൾ അയാളുടെ അടുത്തൊന്നും ഞങ്ങൾ സംസാരിക്കേണ്ടതെന്ന് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ, ആണും പെണ്ണും കേട്ട ഭാര്യ ഉണ്ടാവും സംസാരിച്ചായിരിക്കും. നമ്മളിത്തിരി ഒരു സ്റ്റേഡായിട്ട് ഒരാണുങ്ങളുടെ അടുത്തൊക്കെ സംസാരിക്കാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മളൊന്നും അതുകളുടെ അടുത്തൊന്നും സംസാരിക്കാറൊന്നുമില്ല.
വീട്ടിനെ, അതായത് എനിക്കറിയുന്ന കുറേ വ്യക്തികൾ പല തരത്തിലുള്ള സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ എനിക്കറിയുന്ന, ഇപ്പം എൻ്റെയൊക്കെ പ്രായത്തിലുള്ള ഒരു ചെക്കനുണ്ട്, ഒരു സ്വർണ്ണപ്പണിക്കാരനാണ്. ഈ ചെക്കൻ എന്താണെന്ന് വെച്ചാൽ ഏത് ജ്വല്ലറി നിന്നാലും അവനവിടുന്ന് സ്വർണ്ണപ്പൊടി മോഷ്ടിച്ചിട്ട് അവനെ അതൊന്ന് പറഞ്ഞു വിടും. അങ്ങനെ ഓരോന്നായിട്ട് അവന് ഓരോരോ ജ്വല്ലറി മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ഒരു സ്വഭാവമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതല്ലാണ്ട് പിന്നെ വേറൊരു സംഭവം ഉണ്ട്. ഇത് വെച്ചാൽ വയർമാൻ എന്ന് പറയും. വയർ മാത്രം പൊന്തിയിട്ടുണ്ടാകും, ഒരു സോക്കറ്റ് പോലും ശരിക്കും ഫിറ്റ് ചെയ്യാൻ അറിയാത്ത വയർമാൻമാരൊക്കെ എനിക്കറിയുന്ന ആൾക്കാരുണ്ട്. അതുകൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചെറിയ പിള്ളേരെയൊക്കെ കോഴ്സ് കഴിഞ്ഞ പിള്ളേരെയൊക്കെ കൂടെ നിർത്തിയിട്ട് അവരെ കൊണ്ട് പണിയിപ്പിക്കും. ഇത് എന്നിട്ട് മേൽനോട്ടം വഹിച്ച് നിന്നിട്ട് ഇതിനൊന്നും അറിയില്ല, അവർക്ക് അവരുടെ ഐഡിയയിൽ എല്ലാം ചെയ്തിട്ട് പോകും. അത് മാത്രമല്ല, ആ ടൈപ്പ് സാധനങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീട്ടിൽ ആൾക്കാർ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കൊടുത്തു വെച്ചാൽ എന്തെങ്കിലും കാരണം ഉണ്ടാവില്ല, അവിടെ പല ലൈറ്റുകൾ അതുപോലെ ഫിറ്റിംഗ് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പം ഇത് വാങ്ങാൻ കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതൽ എന്ത് ചെയ്യും, അതിനെ വാങ്ങും. ആവശ്യത്തിൽ കൂടുതൽ എഴുതി വാങ്ങിച്ചിട്ട് ബാക്കി വരുന്നതൊക്കെ ഇവൻ കൊണ്ടുവന്നിട്ട് സുഖമായിട്ട് ഇവൻ ഉപയോഗിക്കും. അങ്ങനെ പറയും, അവരുടെ പൈസയും ഇവൻ കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കും. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുത്തനുണ്ട് വയറും തള്ളി വയർമാനാണെന്ന് പറഞ്ഞിട്ട് നടക്കും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇപ്പം അവൻ്റെ അമ്മയൊക്കെ, ഞാൻ വെളിയോടിയുള്ള സ്ഥലത്തോട് ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് വരുമ്പോഴേ എൻ്റെ കല്യാണം നന്നായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നന്നായിട്ട് കല്യാണം കഴിഞ്ഞു, ഒന്നാം കല്യാണമായിട്ട് നന്നായി കഴിഞ്ഞു. അപ്പോൾ ഈ സ്ത്രീക്ക് ഭയങ്കര അസൂയാണ്, എപ്പോഴും നമ്മളോട് ഭയങ്കര അസൂയാണ്. അപ്പോൾ ഇതിൽ തന്നെ മറ്റുള്ള ചുറ്റുവട്ടത്തെ കുറേ സ്ത്രീകൾക്ക് അസൂയാണ്, ചുറ്റുവട്ടത്തുള്ള പുരുഷന്മാർക്ക് അസൂയാണ്, എല്ലാ അസൂയ എന്ന് പറഞ്ഞ സാധനങ്ങളാണ്. അപ്പോൾ ഇവന്മാർ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ സ്ത്രീ അവിടെ നിൽക്കുമ്പോൾ പറയണേ, രണ്ടാം കെട്ട് കഴിഞ്ഞിരിക്കുകയാണ്, എൻ്റെ മകന് രണ്ടാം കെട്ട് കഴിക്കാൻ പറ്റുമോ? ആ പറഞ്ഞ ചെക്കന് 40-47 വയസ്സായി. ഈ പറഞ്ഞ സ്ത്രീയും ക്രോസ് ഇതായിട്ടുള്ളതാണ്. എന്താ വെച്ചാൽ ഇത് വേറൊരു സമുദായം, ഇതിൻ്റെ ഭർത്താവ് വേറെ സമുദായം, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെയാണ് ആ മകൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ മകന് എൻ്റെ അടുത്ത് ഞാനൊരു കാലത്ത് ചോദിച്ചു, എന്താ കല്യാണമൊക്കെ എന്തായി എന്ന് ചോദിച്ചപ്പോൾ പറയണേ, ഞാൻ എൻ്റെ അച്ഛൻ്റെ സമുദായത്തിലുള്ളവർ മാത്രമേ കല്യാണം കഴിക്കൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് അച്ഛൻ്റെ സമുദായത്തിലുള്ളവർ മാത്രമാണ് എത്ര പെട്ടിയാണ്, അച്ഛൻ്റെ സമുദായത്തിലുള്ളവരാണെങ്കിൽ ശരി, അമ്മയുടെ സമുദായത്തിലുള്ളവരാണെങ്കിൽ ശരി, പെണ്ണായാൽ പോരെ. എന്നിട്ട് അമ്മയുടെ സമുദായത്തിൽ പോലും പെണ്ണും കിട്ടാണ്ടപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ചില സാധനങ്ങളുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, അതായത് ഈ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒട്ടും വസ്തുവിനൊന്നുമല്ല, കാമഭ്രാന്തൻ എന്നൊക്കെ പറയാം, അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളുണ്ട്. ഇവൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, ഇവൻ പതുക്കെ ഇങ്ങനെ വരും, വന്നിട്ട് ഇപ്പം ഇങ്ങനെ സ്ത്രീകളൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നോക്കും, വയസ്സൊക്കെ നിറയെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇത് കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകും. എന്നിട്ട് പതുക്കെ അവൻ തട്ടാനും മുട്ടാനും പോകും. അതുമാതിരി അവർ വീണില്ലെങ്കിൽ കൂടി അവരെ പോയി പിടിച്ചാൽ വീണുമോ എന്നൊക്കെ ചോദിക്കാൻ അറിയാം, അത് തൊടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അവൻ്റെ ഒന്നും വീട്ടിൽ വിളിച്ചാലും ആരും അധികം എന്തിനു പോയില്ല, ഫംഗ്ഷന് പോയില്ല. കാരണം പോയതാണ്, സ്ത്രീകൾ പോയി കഴിഞ്ഞ് ചോദിച്ചാൽ ഇവൻ്റെ ഇതാണ് വീഴാൻ പോകുന്നു പറഞ്ഞിട്ട് ഇങ്ങനെ പിടിക്കാൻ നിൽക്കും. അങ്ങനെയൊക്കെ പലതും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് പണ്ടോട്ട്. ഇനി കണ്ടു അവസാനം എന്തായി, അവൻ്റെ മകള് അവൻ്റെ സമുദായത്തിൽ അല്ലാണ്ട് വേറൊരു സമുദായത്തിൻ്റെ കൂടെ ഓടിപ്പോയി. അപ്പം അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ആണ്, അങ്ങനത്തെ സ്വഭാവങ്ങൾ. അപ്പം അതായത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ച് വിടുമെന്ന് വരൂ എന്നിട്ട് നമുക്കൊരു ചൊല്ലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളുമുണ്ട്. അങ്ങനെ ഒരു സാധനം അങ്ങനെ. പിന്നെ ഒരുത്തനുണ്ട്, എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിൽ വെള്ളം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ ചെടിക്കൊക്കെ വെള്ളമൊക്കെ നനയ്ക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ വെള്ളം ഒക്കെ വിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ അഭിനയത്തിൻ്റെ ABCD അറിയില്ല, നമ്മളൊക്കെ സിനിമകളൊക്കെ അഭിനയിച്ച ആളാണ്. ഇവൻ ഫോൺ എടുത്തിട്ട് ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ട്, ഹലോ ബോഡി പോയോ, ഡാഷ് ഏട്ടൻ എന്നുള്ളൊരു പേര് പറയണ്ട, അത് ഞാൻ പറയില്ല, ഡാഷ് ഏട്ടൻ്റെ ബോഡി പോയോ. അപ്പം അവൻ്റെ ദുഷ്ടമായിട്ടുള്ള ഒരു ഭാര്യയുണ്ട്. ആ ഭാര്യ പറയണേ, കാല് വെളുത്തിട്ട് മരിച്ചത്, അതെയാ കാല് വലിച്ചിട്ട് മരിച്ചത് എന്നൊക്കെ പറയുന്നു. എന്താ അറിയോ, എൻ്റെ കാലിൽ ചെറുതായിട്ടൊരു കുപ്പിച്ചില് തട്ടി തന്നെയുണ്ട്. 2-3 വർഷമായിട്ട് അത് ഉണങ്ങി വരുന്നുണ്ട്. കാരണം വെച്ചാൽ കുറച്ചൊരു ഡയബറ്റിക്കിൻ്റെ ഉള്ളതുകൊണ്ട് അത് ഉണങ്ങി വരുന്നു പറഞ്ഞു. ഇടയ്ക്ക് ഉണങ്ങും, അത് ചെറുതായിട്ട് ഇങ്ങനെ. ഞാൻ വെറുതെ ഇരിക്കില്ലല്ലോ, എപ്പോഴും എന്തെങ്കിലും ബാക്കായിക്കോട്ടെടുത്ത് കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ അത് എങ്ങനെ വന്നു വെച്ച ആ സംഭവം നിങ്ങളെ അറിയിക്കുക പ്രഷർ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഞാൻ സംരക്ഷണ ചുമതലയുള്ള ഒരു ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ എറണാകുളത്ത്. അപ്പോൾ എനിക്ക് സംരക്ഷണ ചുമതലയുള്ള ഒരു ജോലി പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് സ്ഥാപനത്തിലായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ ഏജൻസി മുഖാന്തരം സംരക്ഷണ ചുമതലയുള്ള ജോലി അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇടും. അപ്പോൾ വളരെയധികം സ്ഥലം നമ്മൾ കവർ ചെയ്യും. ആ കവർ ചെയ്യുമ്പോൾ അവിടെ ഒരു ക്വാർട്ടേഴ്സിനടുത്തായിട്ട് ഈ മദ്യപാനം ചെയ്തിട്ട് ശല്യപ്പെടുന്ന ആൾക്കാർ അവിടെ ഉണ്ടാകും.
ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ എന്നെയാണ് അവിടെ ഡ്യൂട്ടി കിട്ടുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഡ്യൂട്ടി കിട്ടുന്ന ടൈമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 4 പേര് ഇരുന്ന് മദ്യപിച്ചു കായ്ക്കും എന്നൊക്കെ കത്തി നിലവിളിച്ച് അടുത്ത് നമ്മുടെ ക്വാർട്ടേഴ്സ് ഒക്കെ ഉണ്ട്, അവിടെ ഫാമിലി താമസിക്കുന്നുണ്ട്, അപ്പോൾ പെണ്ണുങ്ങളെ താമസിക്കുന്നുണ്ട്, കുട്ടികളെ താമസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ശല്യമായിട്ടാണ് ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടിയിലായതുകൊണ്ട്, എൻ്റെ ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് എനിക്ക് അവിടെ പോകേണ്ടതായി വന്നു. ഞാൻ അവിടെ പോയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ വലിയൊരു മെഴുകുതിരിയൊക്കെ വെച്ച് കത്തിച്ച് ഇവർ 4 പേരും കൂടി മദ്യപിക്കുകയാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ എനിക്കാണെങ്കിൽ ചോദിക്കേണ്ട ആവശ്യം വന്നു, ഇവിടെ പാടില്ല എല്ലാവരും ഇവിടെ പോകണമെന്ന് പറയേണ്ട ആവശ്യം വന്നു. അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് ഒരു ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എൻ്റെ കൈ കിട്ടിയതിനൊക്കെ കൊണ്ടടിച്ചു. കാരണം രാത്രി നേരം ഓർക്കുക വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. എന്ത് വേണമെങ്കിൽ സംഭവിച്ചാൽ ആർക്കും ഒന്നും അറിയില്ല. എന്തോ ഒരു ഭാഗ്യം, ആ സമയത്ത് ഒരു ശക്തി നമുക്ക് കിട്ടി. നമ്മൾ കൈ കിട്ടിയ വലിയ വടിയെടുത്തിട്ടും വലിയ കല്ലെടുത്ത് കുത്തലും അടിച്ച് എല്ലാറ്റിനെയും നന്നായിട്ട് ഓട്ടിച്ചു വിട്ട് കഴിഞ്ഞ് ഞാൻ ആ മെഴുകുതിരി എടുത്ത് അപ്പുറത്ത് ഇങ്ങനെ വെച്ചു. ഇതുകൾ ബിയർ ഒക്കെ കുടിച്ചിട്ടുണ്ടാവില്ല. അപ്പം അതിൻ്റെ ഇത് പൊട്ടിയ സാധനത്തിൻ്റെ ചെറിയൊരു കുപ്പിച്ചിൽ തട്ടി. അത് ഞാൻ സംരക്ഷണ ചുമതലയുള്ള എൻ്റെ ഡ്യൂട്ടി ഞാൻ നന്നായി ചെയ്തുകൊണ്ടാണ് എനിക്ക് സംഭവിച്ചത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് കാലിൽ നമ്മുടെ പോറി, അപ്പോൾ അതൊന്ന് ഞാൻ ESI ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ശരിയാക്കി ചെയ്തു. അപ്പോൾ അത് ഇപ്പോൾ 2-3 വർഷമായിട്ടും ചെറുതായിട്ടൊക്കെ ചില ടൈമിൽ ഉണങ്ങും, ചില ടൈമിൽ ഉണങ്ങില്ല. അത് ഭാവിയിലൊക്കെ ഉണങ്ങി വരുന്നതാണ് പറയുന്നത്. അതിനെയാണ് ഈ നാറി പറയണ്ടായിരുന്നത്. ഈ നാറിയും ദുഷ്ടയായ ഭാര്യയും പറഞ്ഞില്ലേ, അത് പറയണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി നന്നായിട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെറുതായിട്ട് സംഭവിച്ചത്, അല്ലാണ്ട് ഇതായിട്ടില്ല. പിന്നെ ആ 4 പേര് ഞാൻ പറഞ്ഞു കുടിച്ച് ഇതായി പറഞ്ഞില്ലേ, നല്ല തല്ലി മുടിക്ക് ഞാൻ വിട്ട ശേഷം 3 മാസത്തോളം ഞാൻ അവിടെ വീണ്ടും വർക്ക് ചെയ്തു. എനിക്ക് അവിടെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഒരിക്കൽ പോലും അവർ വന്നില്ല, നമ്മളെ പഠിച്ചിട്ട് വന്നതേ ഇല്ല. അപ്പോൾ നമ്മുടെ ഡ്യൂട്ടി നന്നായി ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊരു പോറൽ വന്നു, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് വെറുതെ വന്നതല്ലാതെ നമ്മുടെ ഡ്യൂട്ടി നന്നായി ചെയ്തുകൊണ്ട് നമുക്ക് പോറൽ വന്നതാണ്. അപ്പോൾ അതിനെയാണ് ഈ ദുഷ്ടയായ സ്ത്രീ പറയേണ്ടായിരുന്നു. പഴുത്തിട്ട് കാല് പഴുത്തിട്ട് ഒരു മരണം എന്നുള്ള ജനിച്ചാൽ മരിക്കും, അത് ആർക്കും പേടിക്കാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം അത് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊന്നും പറഞ്ഞോടെ നമുക്കൊന്നും ഒരു പേടിയില്ല. പിന്നെ ഇവള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊരടയാണ്. എന്താ വെച്ചാൽ അത്രയും വൃത്തികെട്ട ദുഷ്ടമായിട്ടുള്ള ഒരു സ്ത്രീയാണിത്. അത് ഞാൻ എങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ, ഈ സ്ത്രീ ഇങ്ങനെ പറഞ്ഞതും അവനാണെങ്കിൽ അഭിനയിക്കാനേ അറിയില്ല. ഈ ഫോൺ ചെയ്തിട്ട് മറ്റേ ഡാഷേട്ട മരിച്ചിട്ട് ബോഡി കൊണ്ടുവന്നു അതൊക്കെ ചോദിക്കുമ്പോൾ ഈ ഫോണിൻ്റെ ഉള്ളിൽ കൂടി അവിടെ നിന്നുള്ള ആൾക്കാരും തിരിച്ചു പറയണ്ടേ, അതൊന്നും പറയുന്നില്ല. അപ്പോൾ വെറുതെ അഭിനയമാണ്. ഇതിപ്പോൾ നമുക്ക് അഭിനയം കണ്ടറിയില്ലേ, അഭിനയം എന്താണെന്ന് അറിയാം, ശരിക്കുള്ള എന്താണെന്ന് നമുക്കറിയില്ലേ. അപ്പോൾ വേറൊരു പൊട്ടൻ ഇവൻ ഈ പറഞ്ഞവൻ ഇവൻ്റെ ഭാര്യയും ദുഷ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിന് മുമ്പ് ഇവൻ്റെ കാര്യം പറഞ്ഞിട്ട് അവൻ്റെ ആ പൊട്ടനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവൻ എൻ്റെ മക്കളെ, ഞാനൊക്കെ എനിക്ക് മക്കളൊക്കെ ഉണ്ടായ ശേഷം എൻ്റെ മക്കളെ കൊണ്ട് ഞാൻ എടുത്തൊക്കെ നടക്കുമ്പോൾ ഇവൻ്റെ അടുത്തുള്ള മറ്റേ വാടക വീട്ടുകാരുടെ അടുത്ത് പറയും, എന്ത് പറയും, അയ്യേ ഇത് ഏട്ടൻ്റെ മകനാണ്, ഇവൻ്റെ മകനൊന്നുമല്ല, അയ്യോ. എന്നിട്ട് എന്തായി, ദൂഷിച്ച് നാറിയിട്ടാണ് അവൻ്റെ കുടുംബം അങ്ങനെ നാറി നശിച്ചിട്ടിരിക്കണം. അപ്പോൾ പിന്നെ മറ്റേത് എങ്ങനെയാ ഞാൻ മനസ്സിലായെന്ന് പറഞ്ഞില്ലേ, മറ്റൊരു പൊട്ടനുണ്ട്. ആ പൊട്ടൻ എന്ത് ചോദിച്ചറിയോ, ആര് മരിച്ചു, ഏതാണ് ചോദിച്ചു. അപ്പോൾ ഈ നാറിപ്പണ്ണ ദുഷ്ടയെന്ന് പറയുന്നത് അവൻ കേൾക്കാൻ വേണ്ടി പറയുന്നത്, ഞാൻ വെള്ളം വിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ കേൾക്കാൻ വേണ്ടി പറയുന്നത് അത്രേ, മറ്റേ കാല് കൊഴുത്തിട്ട് മരിച്ചു എന്ന് എവനെങ്കിലും മരിച്ചാൽ എനിക്ക് എന്തുകൊണ്ട്, ഇത്ര ബുദ്ധികളാണ് അവള്. ഇനി ആ പൊട്ടൻ പറഞ്ഞില്ലേ എന്ത് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, അതായത് എന്ത് ചോദിച്ച് ഇവൻ ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, ആര് മരിച്ചത് ചോദിച്ചു എന്ന് പറഞ്ഞില്ലേ, അവൻ എങ്ങനെയുള്ളവനറിയാം. അവൻ്റെ ഭാര്യ മഹാദുഷ്ടമാണ്. അവൻ്റെ ഭാര്യ സഹസ്രനാമമൊക്കെ വായിക്കും. എന്ത് കാര്യം, ഒരു കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ അവൾ ശരിക്കും കൊലപാതകയാണ് പറയുക. എങ്ങനെയാണ് ഈ കൊലപാതകം എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവൾക്ക് ഒരു മകളാണ്, ഈ പൊട്ടനും കൂടി ഒരു മകളാണ്. പക്ഷേ ഇവന് പ്രഗ്നൻ്റായി, രണ്ടാമത് പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ ശേഷം എന്താണെന്ന് ചെയ്തു വെച്ചാൽ അതിനെ ആലസിപ്പിച്ചു, അബോർഷൻ ചെയ്യിപ്പിച്ചു. ഈ അബോർഷൻ ചെയ്യിപ്പിക്കൽ പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. കാരണം വെച്ചാൽ ഒരു കുട്ടി ജനിച്ചും മരിക്കുന്നതിന് തുല്യമാണത്, അല്ലേ? വയറിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കൊല്ലുകണേ. അപ്പോൾ അതാണ് ഈ അബോർഷൻ. അത് ചെയ്ത സാധനമാണ്. എന്താ എത്ര ഉറപ്പിച്ച് പറഞ്ഞു വെച്ചാൽ, ഞാൻ എൻ്റെ രണ്ടാമത്തെ ഏട്ടൻ്റെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഇവളുടെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലും വിളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇവളുടെ അമ്മയുടെ ചേച്ചിയുടെ മകളുടെ വീട്ടിലും വിളിക്കാൻ പോയി. ഇവളുടെ അമ്മയുടെ ചേച്ചിയുടെ മകളുടെ വീട്ടിൽ പോയപ്പോൾ ആ ചേച്ചിയുടെ മകളാണ് പറഞ്ഞത്, ഇങ്ങനെ വന്നു, ഇവിടെ ആഘോഷമായിട്ട് വന്നു, ഇവിടെ കുറച്ച് ദിവസം ഇരുന്നിട്ടൊക്കെയാണ് പോയത് എന്നൊക്കെ പറയുക. അങ്ങനെയാണ് ഞാൻ അറിയാനിടയായത്. എത്ര ദുഷ്ടയാണ് ആ ഒരു ജീവനെയല്ല ഇല്ലാതാക്കിയത്. ഇതുമാതിരി ഒരു ദുഷ്ട വേറെ ഭൂമിയിലുണ്ടാവും. അപ്പം അങ്ങനെയുള്ളതാണ് അവള്. ഇവനാണെങ്കിൽ ഒരു പൊട്ടൻ. ഇവനും ഏറ്റവും എല്ലാവരും കുറ്റം പറയത്തും, നമ്മളൊക്കെ എപ്പോഴും കുറ്റം പറയുന്ന സാധനമാണ് ഇവനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ. അത് കഴിഞ്ഞ് വേറെ കാര്യങ്ങളുണ്ട്. വേറെ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ പലവർക്കും പല കാര്യങ്ങളിലൂടെ നമ്മളെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞിട്ട് തിരിയുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യം വിഡ്ഢികളെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എവിടെയൊക്കെ
ആരുടെ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞു അത് ഞാൻ അറിയും. കാരണം നിങ്ങളിപ്പോൾ ഒരു ചായക്കടയിൽ പോയി പറയും, അത് ഞാൻ അറിയും. നിങ്ങളൊരു പലചരക്ക് കടയിൽ പോയി പറയും, ഞാൻ അറിയും. ഒരു പെട്ടിക്കടയുടെ മുമ്പത്ത് നിങ്ങൾ പറയും, അത് ഞാൻ അറിയും. നിങ്ങൾ എന്തിന് ഒരു റേഷൻ കടയിൽ പറയും, ഞാൻ അറിയും. ഒരു ലോട്ടറി കടയിൽ പറയും, ഞാൻ അറിയും. നിങ്ങൾ പെട്രോൾ അടിക്കണ പെട്രോൾ പമ്പിൽ പോയി പറയും, അതും ഞാൻ അറിയും. നിങ്ങൾ എവിടെ എന്തൊക്കെ പറഞ്ഞു എല്ലാം ഞാൻ. കാരണം നിങ്ങളെ മാതിരിയുള്ള കസ്റ്റമറാണ് ഞാനും അവർക്ക്. അപ്പോൾ അവർ എൻ്റെ കാര്യങ്ങളൊക്കെ അവർ എന്നോട് പറഞ്ഞു തരും, ഇന്നാളെ ഇന്നത് പറഞ്ഞു എന്ന് പറഞ്ഞു തരാൻ ആൾക്കാരുണ്ട്, വെട്ടികളെ. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിച്ചത് ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ട്. ഞാൻ ശാസ്ത്രീയ സംഗീതം മാത്രമല്ല, ഞാൻ എന്ത് പഠിച്ചാലും ഞാൻ അത് വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന ആളാണ്. ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിച്ചു, അത് മാത്രമല്ല ഞാൻ ചെയ്തത്. ഞാൻ സ്പീഡ് സോങ് ചെയ്യും, ഞാൻ തന്നെ പെർഫോമൻസ് ചെയ്യും. അപ്പോൾ എൻ്റെ ഇന്നിപ്പോൾ ഞാൻ ഒന്ന് അപ്ലോഡ് ചെയ്യും. ഈ അപ്ലോഡ് ചെയ്ത് ചോദിച്ചാൽ ഇന്നത്തെയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 246 അപ്പോൾ ഇത്രയും പ്രോഗ്രാം ഞാൻ തന്നെ ചെയ്തത്. അത് നമുക്ക് കഴിവ് ദിവസാഴ്ച ഉള്ളത് കൊണ്ടാണ്. അത് നിങ്ങളിപ്പോൾ ഇല്ലാതാക്കാനുള്ളതായിട്ട് എന്ത് പറഞ്ഞാലും എനിക്ക് ചുക്കൂല, ഒരു പുല്ലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും ഇല്ലാതാക്കാനായിട്ട് ഒരാളുടെ ടാലന്റ് ഉള്ള ഒരു വ്യക്തിയെ ഇല്ലാതാക്കാൻ നിങ്ങൾക്കൊന്നും കഴിയില്ലടാ. നിങ്ങളൊന്നും ജീവിതത്തിൽ വിചാരിച്ചാൽ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം പറയാം, എന്താ വെച്ചാൽ ഓരോ പ്രോഗ്രാമും ഞാൻ ചെയ്യുന്നത് വളരെ നല്ലത് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഇപ്പം നിങ്ങളുടെയൊക്കെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് അസൂയുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ പറയില്ലേ, മാങ്ങയുള്ള മാവിലെ കല്ലെറിയൂ പറയില്ലേ, കഴിവുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് തന്നെ അസൂയ തോന്നുന്നതുകൊണ്ടാണ് നിങ്ങൾ ഓരോ ദിവസവും ഡെയിലി ഇല്ലാത്തതെന്നും പറയുന്നത്. എന്തിന് ഇപ്പോൾ പ്രേക്ഷകരെ അധികം പറയുന്നു, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയും. അതായത് ഇപ്പോൾ എൻ്റെ ഭാര്യയും മക്കളൊക്കെ അവരുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യത്തിനുണ്ടെങ്കിൽ പോകും. ഇപ്പോൾ ഭാര്യയ്ക്ക് എന്ന് പറഞ്ഞാൽ ഏട്ടൻ പോലീസാണ്. അപ്പോൾ അവൻ താമസിക്കുന്ന അവിടേക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ഭാര്യയും മക്കളൊക്കെ പോയി എന്ന് വരും. അതുമാതിരി അവരുടെ അമ്മയൊക്കെ ഇത്തിരി വയസ്സായവരാണ്. എന്തെങ്കിലും കാര്യത്തിനൊക്കെ അവരൊരു മകളായതുകൊണ്ട്, വൈഫ് ഒരു മകളായതുകൊണ്ട് ആ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ വീട്ടിൽ കൊണ്ടുവരും. എൻ്റെ വീട്ടിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയാണ് ആ കുട്ടിയുടെ വീട്. അപ്പോൾ ഞാൻ കൊണ്ടുവിടുന്നുണ്ട്. അപ്പോൾ ഈ പരിഹാസം പരദൂഷണം പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, എന്താ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ ചണ്ട ഉണ്ടാക്കിയിട്ട് പോകണത്ര എല്ലാ ആഴ്ചയും. എന്താ വല്ല ആവശ്യമുണ്ടോ? ചിലപ്പോൾ പറയത്ര എൻ്റെ മകനെ ഞാൻ അല്ല പറഞ്ഞിട്ട് അവനെ കൊണ്ടുവിടുകയാണത്ര, എൻ്റെ മകൻ എൻ്റെ അച്ഛനല്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവിടുകയാണത്ര, പിന്നെ എൻ്റെ ഭാര്യയും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറ്റം പറഞ്ഞിട്ട് കൊണ്ടുവിടുകയാണ്. ഇതൊന്നും അല്ലടാ വിഡ്ഢികളെ. ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾക്ക് ഓരോ സ്ഥലത്ത് പോകേണ്ട ആവശ്യം ഉണ്ടാവും. ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഇതുണ്ടാകും. അപ്പം ഞങ്ങളുടെ ഫാമിലിയായിട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താന്ന് വെച്ചാൽ, ഒരു മിനിറ്റ്, ഒരു കാര്യം ഒന്ന് എന്താണ് ഓഫ് ചെയ്യണ്ട കേട്ടോ, ഓഫ് ചെയ്യണ്ട. അമ്മ 10 മിനിറ്റ് നിൽക്കും, കഴിഞ്ഞിട്ടില്ലേ? അവിടെ തന്നെ ഇരിക്കും. അമ്മ ഒരു സ്ഥലത്ത് വന്നാണേ. അപ്പം അമ്മ അടുത്ത് അവിടെ ഇരിക്കാൻ പറഞ്ഞാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞാണ്. അപ്പം അമ്മ ചേച്ചി വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ അത് കഴിയാണ്ട് എൻ്റെ അമ്മ 10 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു. പിന്നെ അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ അസൂയാലുക്കൾ നിറഞ്ഞ നമ്മുടെ ഒരു ഇതാണ് ഉള്ളത്, കൂടുതലുള്ളത്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ എന്തിനു അസൂയപ്പെടും? നിങ്ങൾക്ക് കഴിവില്ലെങ്കിൽ മറ്റുള്ളവരുടെ കഴിവ് നിങ്ങൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊക്കെ അങ്ങനെ ചെയ്യുക. ഓരോരുത്തർ അവരെ നല്ല ഇപ്പോൾ എല്ലാ കഴിവും നിറഞ്ഞവരൊക്കെ ഞാൻ കണ്ടു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ. ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും പോയിട്ട്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മളില്ലാത്തത് പറഞ്ഞു വരുത്തിയിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള വൈഷമ്യം വരുള്ളൂ എപ്പോഴെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ പറ്റുമെങ്കിൽ നമ്മൾ പലതും നല്ലത് പറയുക അവരോട്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നു, ഈ ശാസ്ത്രീയ സംഗീതം പഠിച്ചവർക്ക് ഒരു എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ സ്വരങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ജസ്റ്റ് പറയുന്നു, സസരി രേ ഗ മമ രി രേ ഗ മമ പപ ഗ മമ പപ ദ മമ പപ ദ നി നി പപ ദ നി നി സ സ നി നി ദ പപ നി നി ദ പപ മം ദ പപ മമ ഗ പപ മമ ഗ രി രി മമ ഗ രി രി സ. ഇത് എന്നുള്ളത് ശാസ്ത്രീയ സംഗീതം പഠിച്ചവർക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം ജണ്ടവരിച്ചിലുള്ള ഭാഗമാണ്. പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇതുമാതിരി തന്നെ നമ്മൾ ഇപ്പോൾ മധ്യസ്ഥായ വരിശയിലുണ്ട്. ഇതിപ്പോൾ ജണ്ടവരിശയിലെ ഭാഗം ഞാൻ പറയും. മധ്യസ്ഥായ വരിശയിൽ ഇപ്പം ഞങ്ങൾ പറയണപ്പോൾ നോക്കുന്നു, സരി ഗ മ പ ഗ മ പ പ ഗ മ പ ധ നി ധ പ മ ഗ മ പ ഗ മ ഗ രി സ.
സാനിത നീത പദ പമ പമ ഗമ പദ നീത പമ ഗമ പഗ മഗരി സാനിത നീത പദ പമ പമ ഗമ പദ നീത പമ ഗമ പദ മഗരി സരി ഗരി ഗമ പമ പദ പദ ഗമ പദ നീത പമ ഗമ പഗ മഗരി സരി ഗമ പ ദ പ മ പ ധനി സാനി ത പ മഗരി സ. ഇത് മധ്യസ്ഥായ പരീക്ഷയാണ്. ഇതിൽ ഇപ്പോൾ സ്വരപല്ലവി എന്ന് പറയാം, അതായത് പല വേർഷനുകളെന്ന് പറയാറുണ്ട്. ഇതൊക്കെ നമ്മൾ ഇങ്ങനത്തെയൊക്കെ നമുക്ക് പറയണമെങ്കിൽ നമ്മൾ പഠിച്ചവരായിരിക്കണം. ഈ പഠിച്ചത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത്. ഇപ്പൊ നിങ്ങൾ ഞാൻ പറയാം, ഒരു കീർത്തനത്തെ നിങ്ങൾ പാഹമ ശ്രീരായരാശ്വരി കേട്ടിട്ടുണ്ടാവും അല്ലെ. അതിന് മുമ്പത്തെ സ്വരങ്ങൾ ഇപ്പോൾ പഠിച്ചവർക്ക് മാത്രമേ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പമരി സാദ പമരി രി സാ നി സരി ഗമ പ സാരി ഗമ പദ പമ പദ പനി സപനി സരി സരി ഗമ രി സാ സാദ പമരി സരി ഗമ പ പമരി സാദ പമരി രി സാ നി സരി ഗമ പ സാരി ഗമ പദ പമ പദ പനി സപനി സരി സരി ഗമ രി സാ സാദ പമരി സരി ഗമ പാഹി മാം ശ്രീ രാജരാജേശ്വരി കൃപാകരി ശങ്കരി പാഹി മാം ശ്രീ രാജരാജേശ്വരി. ഇനിയും കൂടുതലുണ്ട് അത്, പക്ഷെ അത് മുഴുവനായിട്ട് പാടാൻ ഇപ്പം അതല്ല പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ പഠിച്ചാൽ മാത്രമേ ശാസ്ത്രീയപരമായിട്ട് കർണാട്ടിക് മ്യൂസിക് ഒക്കെ പഠിച്ചാൽ മാത്രമേ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടത് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പാടാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ താരേക്കാട് പറഞ്ഞ സ്ഥലത്താണ് മോഹൻ ഗേൾസിൻ്റെ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു സ്ഥാപനത്തിലാണ് ഞാൻ പഠിച്ചത്. വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാകും. അതിനിപ്പോൾ എനിക്കെന്താണ് ഇനി വേറൊരു കാര്യം. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിലേക്ക് കടക്കാം. അതായത് പ്രോഗ്രാം എങ്ങനെയുള്ള പ്രോഗ്രാമാണെന്ന് വെച്ചാൽ നമുക്ക് പല തരത്തിലുള്ള പ്രോഗ്രാം ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലേ. ഇതിലിപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ അതായത് നേരം പറഞ്ഞ പടം കണ്ടിട്ടുണ്ടോ? അതായത് നിവിൻ പോളി, അതുപോലെ തന്നെ നമ്മുടെ നിവിൻ പോളി നായകനായിട്ട് അഭിനയിച്ച പടമാണ് ഈ നേരം എന്നുള്ള പടം. ആ പടത്തിൽ നമുക്ക് ഒരു സത്യം പറഞ്ഞാൽ നല്ലൊരു പാട്ട് അതിനകത്തുണ്ട്. അതായത് അത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ആ പാട്ട് എന്ന് പറഞ്ഞാൽ അതിൽ അതായത് ഭയങ്കര സ്പീഡ് സോങ്ങാണ്. അതായത് പ്രമോഷന് വേണ്ടിയിട്ട് ഇപ്പം ആ പടത്തിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സോങ് ഉപയോഗിക്കുന്നത്, ആ പടത്തിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ട്. അപ്പോൾ ആ പാട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ആ പാട്ട് എങ്ങനെയുള്ള പാട്ടാണെന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പിൽ പാടാൻ പോകുന്നത് കരോക്കെ ഇട്ടിട്ടാണ് പാടാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ആ പെർഫോമൻസിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അത് ആ പാട്ട് നല്ല സ്പീഡ് സോങ് ആണ്. ഇപ്പോൾ ഇതിലൊരു അഡ്വർടൈസ്മെന്റ് ഉണ്ട്. ഈ അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞാൽ ഈ അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞാൽ ഇതിന് പാട്ടിൻ്റെ കാരോക്കെ വരും. ഈ കാരോക്കൊക്കെ അനുസരിച്ചിട്ടാണ് ഞാൻ ഈ പാട്ടും അതുപോലെ തന്നെ കരോക്കോടൊപ്പം ഈ പാട്ട് പാടാൻ പോകും. ഇങ്ങോട്ട് കാണിച്ചു ശ്രീമോൻ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കരോക്കോടൊപ്പം ഞാൻ ആ പാട്ട് പാടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് കൊണ്ട് ഈ ഇതൊന്നും ഉണ്ടോ, ഒരു ലൈറ്റ് മതി അല്ലേ. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പെർഫോമൻസിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ താലിയിലൊന്ന് വയ്ക്കാം കേട്ടോ. Sumatera,
Sumakira, Somari, Jamakira, Sumakira, Somari, Jamakira, Damade, Dama, 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 Damade, கணக்கின மாத்தி எடுத்து பிஸ்தா சுமாக்கிரா பிஸ்தா சுமாக்கிரா சுக்கிருக்க முழம் போட்டே மாறி கொழுந்து கபத்தில மாட்டி குடிச்சு பிஸ்தா சுமாக்கிரா பிஸ்தா சுமாக்கிரா ஜமலே